ഹലോ, ഷൈജു ആണേ. അപ്പോൾ നമ്മളൊരു ചെറിയ വീഡിയോയിലോട്ട് പോവുക. ഒരു ഫിഷ് കറി, നമ്മുടെ കോട്ടയം സ്റ്റൈല് ഒരു കുടംപുളിയൊക്കെ ഇട്ട് അടിപൊളി ഒരു ഫിഷ് കറി. കാര്യം ബാച്ചിലേഴ്സിനാണെങ്കിലും പിന്നെ തട്ടിക്കൂട്ട് പരിപാടികൾക്ക് നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിലും വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഷ് കറിയിലേക്കാണ്. അപ്പം നമ്മളിന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻകറിയുടെ റെസിപ്പി ആയിട്ട് വന്നേക്കുക. ഇത് നല്ല അടിപൊളി ഒരു കേരയാണ്. അപ്പം എനിക്ക് 1 കിലോ കേരച്ചീര ഞാൻ എടുത്തു. അപ്പോൾ അതിനുള്ള എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സവാള, അതുപോലെ തന്നെ കറിവേപ്പില, പിന്നെ കുടംപുളി ഒരു 2 പീസ്, മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉലുവയും മാത്രമാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്ന കാണാമെന്ന് നോക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുന്നു, കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഓപ്ഷണലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് നമുക്ക് സോട്ട് ചെയ്തൊന്ന് വാട്ടിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒരു 6 ടീസ്പൂണ് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഇത് നന്നായിട്ട് ഒന്ന് എണ്ണ തെളിയുന്നത് വരെ നമ്മളിത് ഒന്ന് വഴറ്റി കൊടുക്കണം. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. നമ്മൾ അതിലേക്ക് കഴുകി വെച്ച 2 പീസ് കുടംപുളി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മീനിൻ്റെ ചാറ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ട്യൂണ ഫിഷ്, കേരയാണ്, കേര ഫിഷ് നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ മീൻകറി ഏതാണ്ട് നല്ല രീതിയിലൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് കായപ്പൊടി ഇത് ഭയങ്കര ബിരിയാണിയിൽ പൈനാപ്പിൾ ചേർക്കുന്ന കാര്യം പറഞ്ഞതുപോലെ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തർക്കമുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഞാൻ സാധാരണ മീൻകറിയിൽ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാറുണ്ട്. അതിനുശേഷം ഒരു ചെറിയ അടപ്പ് പച്ച വെളിച്ചെണ്ണ, ഒത്തിരി വേണ്ട, അതിന് മുണ്ടേ കൂടെ ചെറുതായിട്ടൊന്ന് ഒഴിക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില, പച്ച കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്കിത് ഓഫ് ചെയ്ത് അടച്ചു മാറ്റി വയ്ക്കാവുന്നതാണ്.